ഗുഡ് മോർണിംഗ് ഫിൻസോപ്പെ ഫാമിലി മെമ്പേഴ്സ്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഐ ഡി ഓപ്പൺ ചെയ്ത് നമ്മുടെ റെഫർ ലിങ്ക് എടുക്കുക, ആ റെഫർ ലിങ്ക് മറ്റൊരു വ്യക്തിക്ക് സെൻഡ് ചെയ്തിട്ട് അതിലെങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുക. ഒരു വ്യക്തിയെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് APK ഓപ്പൺ ചെയ്താൽ ഒരുപക്ഷെ റെഫർ ലിങ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്ക് റെഫറൽ കോഡ് മാത്രമേ കിട്ടൂ. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോ കമ്പനി നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നത് വരെ നമുക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആണ്. ആ വെബ്സൈറ്റ് ലൈവ് ആണ്. ആ വെബ്സൈറ്റ് നമുക്ക് നമ്മുടെ ഐഡി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിന്റെ റെഫർ ലിങ്ക് എടുക്കാൻ പറ്റും. അത് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ആ റെഫർ ലിങ്ക് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് OTP എടുക്കുക എന്നുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ടീമിലേക്ക് നമുക്ക് ഇത് പഠിപ്പിച്ചെടുക്കാനും പറ്റും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്രോമാണ് എടുക്കുന്നത്. ഗൂഗിൾ എടുക്കാം, ഏത് ബ്രൗസർ ഉപയോഗിക്കാം. നമുക്കിവിടെ ഈ ഒരു ക്രോമിൽ പോയിട്ട് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് അഡ്രസ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇവിടെ finsope.tech നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കമ്പനിയുടെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും. വെബ്സൈറ്റിന്റെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും. ഈ ഓപ്പൺ ആയ വെബ്സൈറ്റിൽ നമുക്ക് അതിന്റെ റൈറ്റ് സൈഡിന് മൂന്ന് മുകളിൽ കാണിക്കുന്ന വലതുഭാഗത്ത് മുകളിൽ കാണിക്കുന്ന ഈ ഒരു 3 ലൈനിൽ ടച്ച് ചെയ്യുക. ആ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് മെനുകൾ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ലോഗിൻ എന്ന് ടച്ച് ചെയ്യാം. ലോഗിനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് കിട്ടും. അവിടെ നമ്മുടെ യൂസർ ID ചോദിക്കുന്നുണ്ട്. അവിടെ യൂസർ ID നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതല്ലെങ്കിൽ നമ്മുടെ FP എന്നുള്ള ID നമ്പർ അടിച്ചു കൊടുക്കുക. താഴെ നമ്മൾ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ റീസെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡാണ് കൊടുക്കേണ്ടത്, പുതിയ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. താഴെ ശേഷം റിമെമ്പർ മീ, നമുക്ക് വീണ്ടും അത് അതേപോലെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ലോഗിൻ ആവും. ലോഗിൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ID ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ഹോം പേജ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഡാഷ്ബോർഡ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു 3 ലൈനിൽ ടച്ച് ചെയ്യാം. നമ്മുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ നെയിം കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് റോയൽറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ടോട്ടൽ പാക്കേജ്, ലെവൽ ബോണസ്, നമുക്ക് റോയൽറ്റി ബോണസ്, അതേപോലെ തന്നെ റീചാർജ് ബോണസ്, റീചാർജ് ലെവൽ ബോണസ്, സ്പിൻ ബോണസ്, ഷോപ്പിംഗ് പോയിന്റ്, റീചാർജ് വാലറ്റ് ബാലൻസ്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇൻകം വാലറ്റ് എല്ലാം ടോട്ടൽ ഇൻകം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് എത്ര വന്നിട്ടുണ്ടൊക്കെ ഇവിടെ കാണിക്കും. അതിന്റെയൊക്കെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണും കോപ്പി റെഫർ ലിങ്ക് എന്ന് കാണിക്കും. ഇവിടെ ഒരു റെഡ് ആൻഡ് വൈലറ്റ് കളറിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ, കോപ്പി റെഫർ ലിങ്ക്. ഈ റെഫർ ലിങ്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അത് കോപ്പി ആയി. അപ്പൊ നമ്മൾ അത് കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട് റെഫർ ലിങ്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പേജിനെ മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വാട്സപ്പിലേക്ക് അതിനൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആരാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമുക്കൊന്ന് താഴെ പോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ പേസ്റ്റ് എന്ന് കാണും. അത് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ചെയ്താൽ ഇപ്പോൾ റെഫർ ലിങ്ക് അവരുടെ അടുത്ത് എത്തി. ഇനി നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്ത് കണ്ടെത്തുന്നുണ്ട്, ഒരു റെഫർ ലിങ്ക്, നമ്മുടെ റെഫർ ലിങ്ക് എങ്ങനെ എടുക്കാന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി ആ റെഫർ ലിങ്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത വ്യക്തിയോട് പറയാം ആ ഒരു റെഫർ ലിങ്കിൽ ടച്ച് ചെയ്യാൻ പറയാം. ആ റെഫർ ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഒരു വിൻഡോ അവിടെ ഓപ്പൺ ആവും. കേട്ടോ, ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം. ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റെഫറൽ ID ആൻഡ് സ്പോൺസർ നെയിം, അതായത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പേരും കാര്യങ്ങളും ഇവിടെ വരും. ഇത് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ശേഷം നമുക്ക് അവരോട് പറയാം അവൻ നെയിം, അതേപോലെ അവരുടെ മെയിൽ ID കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറയാം. മെയിൽ ID കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കണം, അവർ മെയിൽ ഫുൾ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പറയണം അത്. ശേഷം നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടർ, # പോലുള്ള സ്പെഷ്യൽ ക്യാരക്ടർ, ടോട്ടൽ 8 നമ്പർ അതിൽ വരുന്ന 8 അക്കങ്ങൾ അതിൽ ഉണ്ടാവണം. അത് ശ്രദ്ധിക്കാൻ പറയാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, MPIN സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കുക, സ്റ്റേറ്റ്, അതേപോലെ ഡിസ്ട്രിക്ട് കൊടുക്കാം, അതേപോലെ അഡ്രസ്സ് കൊടുക്കാം. ഈ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഇതിനെന്ത് ചെയ്യണം, താഴേക്ക് തന്നെ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് മെയിൽ ID കൊടുത്തതിന്റെ ഇവിടെ മെയിൽ ID കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗെറ്റ് OTP ടച്ച് ചെയ്യാം. ഈ ഗെറ്റ് OTP ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ID കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനൊന്ന് മിനിമൈസ് ചെയ്യുക. ഈ ഒരു ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമൈസ് ആയി. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മെയിൽ എടുക്കണം. മെയിൽ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു മെയിൽ വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഇതുപോലെ ഒന്ന് റീഫ്രഷ് ചെയ്യുക.
അപ്പോൾ ഇവിടെ കാണിക്കും വന്നിട്ടുണ്ടാവും. ഒടിപി വന്നിട്ടുണ്ടാവും. ആ ഒടിപി നമ്മൾ നോക്കിയിട്ട് വീണ്ടും ഇതിനെ മിനിമൈസ് ചെയ്തിട്ട് നേരത്തെ മിനിമൈസ് ചെയ്ത് വെച്ച പേജ് നമ്മൾ ആ ബ്രൗസറിൽ അതിലെടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ താഴെ നമുക്ക് ഒടിപി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. ട്ടോ. ഇവിടെ ഒടിപി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗെറ്റ് ഒടിപി ഒരു പ്രാവശ്യം ടച്ച് ചെയ്യുക. ഒരു പ്രാവശ്യം മാത്രം ഗെറ്റ് ഒടിപി ടച്ച് ചെയ്യുക. സോറി ഒരു കോൾ വന്നതാണ്. അപ്പൊ ഗെറ്റ് ഒടിപിയിൽ നമ്മൾ 2 പ്രാവശ്യം ടച്ച് ചെയ്താൽ 2 പ്രാവശ്യം ഒടിപി പോകും. ആ ഒടിപി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം വന്ന് ഒടിപി എടുത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻവാലിഡ് ഒടിപി എന്ന് കാണിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്ന ഒടിപി ആണ് എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പ്രാവശ്യം മാത്രം ഒടിപി കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒടിപി കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഒടിപി കൊടുത്ത ശേഷം നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ അവിടെ വരും. അതിനെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അത് നമ്മുടെ FP എന്നുള്ള ID നമ്പർ അതിൽ കാണിക്കുന്നുണ്ടാവും. ഓക്കെ. അതേപോലെ നമുക്ക് മെയിലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇത് നമ്മൾ പഠിക്കുക, നമ്മുടെ ടീമിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്കും കൂടെ ഈ ഒരു നോളജ് കിട്ടും. ഓക്കെ.